രണ്ടു മൂന്നെണ്ണം കട്ടി എടുത്താൽ മതി. എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുന്നില്ല. ഓ മയത്തൊക്കെ ഒഴുകി തരാൻ പറ്റും. ഇങ്ങനെ കുടിക്കണ്ടോ? അയ്യോ അപ്പം നമ്മുടെ വണ്ടിയുടെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പം സൈഡ് മിറർ ഫിറ്റ് ചെയ്തു, ഇതുപോലെ സൈഡ് ആർച്ച് ഫിറ്റ് ചെയ്തു, ഫ്രണ്ടത്തെ ഈ ബാറ് ഫിറ്റ് ചെയ്തു, അങ്ങനെയുള്ളതെല്ലാം വണ്ടി വൈപ്പേഴ്സും അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിനകത്ത്
എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എൻ്റെ വേറെയും കാറുകൾ എനിക്ക് എൻ്റെ വീഡിയോയിൽ വേറെയും കാർസ് കാണാൻ വേറൊരു മോൺസ്റ്റർ ട്രക്ക് കൂടെ കാണാൻ സാധിക്കും. അത് ഏകദേശം ഇതേ പ്രൈസ് റേഞ്ച് തന്നെയാണ്. പക്ഷേ അതിനെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം അതിനകത്ത് വരുന്ന കൺട്രോൾസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതേ വെച്ച് നോക്കുമ്പോൾ മോശം കൺട്രോളായിരുന്നു. അതായത് അതിൻ്റെ ബട്ടൺ ടൈപ്പായിരുന്നു. ഇപ്പം ഫോർവേഡ് നമ്മളിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഒരു ബട്ടൺ ടക്ക് സൗണ്ട് കേൾക്കുന്നൊരു ടൈപ്പായിരുന്നു അതിൻ്റെ ആ കൺട്രോൾ. അതായത് ടക്കെന്ന് കേട്ട് കഴിഞ്ഞാൽ വണ്ടി ഫുൾ സ്പീഡിലേക്ക് പോവുക. ഇത് പക്ഷേ ഒരു ബട്ടൺ ടൈപ്പല്ല. അതായത് നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അതായത് യഥാർത്ഥ കാറിനകത്തൊക്കെ യഥാർത്ഥ കാറിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതനുസരിച്ച് RPM കയറി വരുന്ന പോലെ തന്നെ അങ്ങനെയാണ് ആ ഒരു കൺട്രോൾ. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെയാണ് സ്റ്റിയറിങ്ങിൻ്റെതും വരുന്നത്. സ്റ്റിയറിങ്ങിനും അതുപോലെ ഒരു ബട്ടൺ ടൈപ്പായിട്ടുള്ളൊരു സ്വിച്ച് അല്ല വരുന്നത്. സ്റ്റിയറിങ് നമ്മൾ തിരിക്കുന്നതനുസരിച്ച് മാത്രമേ തിരിയത്തുള്ളൂ. നമുക്ക് വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ കാണാൻ സാധിക്കും. കണ്ടു നോക്കണം, നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ തിരിയത്തുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിയറിങ് റിലീസ് ചെയ്യുമ്പോഴും അത് തന്നെയാണ്. നമ്മൾ തിരിക്കുന്നതനുസരിച്ച് മാത്രം എത്ര ഡിഗ്രിയാണോ അത്രയും തിരിയുന്നുള്ളൂ. ഫുള്ള് തിരിച്ചാൽ മാത്രം ഫുള്ള് തിരിയത്തുള്ളൂ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഈ ഹസാർഡ് ലൈറ്റ് കത്തുന്നതൊക്കെ നമുക്ക് ഈ കൺട്രോളിൽ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഓഫ് ചെയ്തു. അതുപോലെ തന്നെ ഒരു സിംഗിൾ പ്രസ് ഇത് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഹസാർഡ് ലൈറ്റ് ഓൺ ആകുന്നത്. സിംഗിൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മുകളിലുള്ള ഫോഗ് ലാംപ്സും ഹെഡ് ലാംപ്സും എല്ലാം ഓണാകുന്നതായി കാണിക്കാം. സിംഗിൾ പ്രസ്സിലൂടെ അത് ഓണായി, ഒരു സിംഗിൾ പ്രസ്സിൽ അത് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് എനിക്ക് ഇഷ്ടമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് ആ സൈഡിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ലെഫ്റ്റിലേക്ക് തിരിക്കാം, ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ഓണായി. റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റിലെ ഇൻഡിക്കേറ്റർ ഓണാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അത് ആദ്യം പറയേണ്ടതായിരുന്നു, മറന്നുപോയി. ഇതിൽ ഹിൽ ഹോൾഡുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലെടുത്ത് ഒരു TH റേറ്റ് എന്ന് പറയുന്നത് ത്രോട്ടിൽ റേറ്റ് എന്നാണെന്ന് അങ്ങനെ കണ്ടാണ് വിചാരിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിൽ ഹോൾഡാണ്. കാരണം അത് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ കയറ്റത്താണെങ്കിലും അല്ലെങ്കിൽ ഇറക്കത്തോട് തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിലും നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുണ്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. പുറകോട്ടാണേലോ മുന്നോട്ടാണേലോ വണ്ടി ഉരുണ്ട് പോകുന്നതായിട്ട് ഇല്ല. വണ്ടി അവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് അവിടെ നിന്ന് മുന്നോട്ട് കയറുന്നത്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അപ്പം അത്രയാണ് ഈ വണ്ടിയുടെ സ്പെക്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാം, ഇതിനകത്ത് മെറ്റൽ ആക്സിൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കണ്ടിട്ട് എനിക്ക് പ്ലാസ്റ്റിക്കായിട്ടാണ് തോന്നുന്നത്. മെറ്റൽ ആക്സിലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ കണ്ടിട്ട്. ആൻഡ് ഹൗസിങ്, 4-wheel ഡ്രൈവും, ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും ഒക്കെയാണ് ഇതിലുള്ളത്. അതൊക്കെ ഒരുപാട് നല്ല ഷോയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ബോണറ്റിലുള്ള ഈ എന്തായാലും പറയുന്നത് ഈ ഇതുണ്ടല്ലോ, ഇത് സ്റ്റിക്കർ എഴുതിയിരിക്കുന്നതാണ്. ഇതിൻ്റെ കാർബൺ ഫൈബർ സ്റ്റിക്കർ എൻ്റെ കാറിൽ ഞാൻ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശകലം മിച്ചം വരുന്നെടുത്ത് ഇതിൽ കാർബൺ ഫൈബർ ഞാൻ ഇതിൻ്റെ ബോണറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ്, റാപ്പ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ബൂട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. നമുക്ക് ലൈറ്റ്സൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം.
ടോട്ടലി മൊത്തത്തിൽ വണ്ടി നല്ല ഷോ ഉണ്ട്. എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്കിതിൻ്റെ മുകളിലത്തെ ഫോഗ് ലാമ്പ് ഒരുപാട് ഇഷ്ടമായി. വണ്ടി മൊത്തത്തിൽ ഒരുപാട് ഇഷ്ടമായി. നല്ല വണ്ടിയാണ്. നമ്മൾ കൊടുത്ത ചെറിയ വിലയ്ക്ക് വർത്തായിട്ട് തോന്നുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.